നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്ന 10th ലെവൽ OA പ്രിലിംസ് എക്സാമിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഡയറക്റ്റ് മനസ്സിലായി 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ, ഇതിൻ്റെ ശരാശരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നടുക്കുള്ള കുട്ടിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്ര ആയിരിക്കും? അപ്പോൾ നമുക്ക് ഈ മൊത്തം തുകയെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടുക്കുള്ള കുട്ടിയുടെ വയസ്സ് കിട്ടും. നടുക്കുള്ള കുട്ടിയുടെ വയസ്സ് ഇതാണെങ്കിൽ 3ൻ്റെ വ്യത്യാസത്തിൽ കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 7, 4. അപ്പോൾ 4 കേട്ടോ, 4 ഉത്തരം. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് 4. അപ്പോൾ അടുത്തത് നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അത് 32. അപ്പോൾ നമുക്ക് ആദ്യമേ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ചെയ്യാം. 32 × 10 320 / 10 - 2 8. ഇതിൽ നിന്ന് 20 കുറയ്ക്കാനാണ്. അപ്പോൾ 320 / 8 40 - 20 എത്രയാണ്? 20 തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 6.4 സ്ക്വയർ - 3.6 സ്ക്വയർ / 2.8. ഇതപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഏത് ഫോർമാറ്റിലാണ്? A² - B² എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് A² - B² എന്ന് പറഞ്ഞാൽ A + B × A - B എന്നാണ്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -3.6 / 2.8. അപ്പോൾ 6.4 + 3.6 എത്രയാണ് കിട്ടുന്നത്? 10 ആണ്. 10 × 6.4 - 3.6 2.8 വരും. അപ്പോൾ ഈ മുകളിലത്തെയും താഴത്തെയും 2.8 വെട്ടിപ്പോവും. ഉത്തരം 10 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 16.3 സെൻറ്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സൈഡ് ഈക്വലാണ്. അപ്പോൾ 3 സൈഡിൻ്റെയും കൂടെ സം എടുത്താൽ നമുക്ക് അതിൻ്റെ ചുറ്റളവ് കിട്ടും. അപ്പോൾ 3a മൈനസ് സമചതുരത്തിൻ്റെ 4a, ചുറ്റളവ് 4a, 4 സൈഡിൻ്റെയും കൂടെ സമ്മ 3 × 16.3 സെൻറ്റിമീറ്റർ മൈനസ് 4 × 12.1 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 48.9 മൈനസ് 48.4. എത്രയാണ് ഉത്തരം? 0.5. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നമ്പർ 75 ആണെങ്കിൽ അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ നമുക്ക് അറിയാം, 75. മൊത്തം എത്ര നോട്ടുകളുണ്ട്? 60 നോട്ടുണ്ട്. ആദ്യത്തെ നോട്ട് നമ്മുടെ കയ്യിലിരിക്കുക. അപ്പോൾ ഇനി 59 നോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ 75 പ്ലസ് 59 ചെയ്താൽ എത്ര കിട്ടും? 6 7 7634 ഉത്തരം. അടുത്തത് വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. 1 5 11 19 29 പോവാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ 4 5 6 11 19 പോകാൻ 8 19 29 പോകാൻ 10. അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. 2 വെച്ച് കൂടി പോവാണ്. 4 6 8 10. അപ്പോൾ അടുത്തത് നമുക്ക് 12 ആണ് അവിടെ കൂട്ടേണ്ടി വരുന്നത്. അതായത് 12 29 അധികം
12 എത്രയാണ് 41. അപ്പോൾ 41 ഉത്തരം കേട്ടോ. 41. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226. ഇതിൻ്റെ ഒറ്റ സംഖ്യാ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഒറ്റ സംഖ്യാ സ്ഥാനം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒറ്റ സംഖ്യകൾ മാത്രം ലാസ്റ്റിലുള്ള ഒറ്റ സംഖ്യാസ്ഥാനത്ത് വരുന്നത് മാത്രം നോക്കിയാൽ മതി. ഇൻറ്റു 6 ഇൻറ്റു 2 ഇൻറ്റു 6. അപ്പം 3 ഗുണം 6 18, 18 ഗുണം 2 36, 36 അതിൻ്റെ 6ൻ്റെയും 6 6 അതും 36 തന്നെ വരും. അപ്പോൾ 6 ഒറ്റ സംഖ്യ സ്ഥാനം വരുന്നത്. അടുത്തത് വ്യത്യസ്ത ജോഡി ഏത്? 17 71, 23 32. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. 19 90. 19 91 എന്നായിരുന്നു വരേണ്ടത്, ഇവിടെ 90. അപ്പോൾ ഇതാണ് വ്യത്യസ്ത ജോഡി 19 90. മോഹൻ്റെ വരുമാനം 50,000 രൂപ. വരുമാനത്തിൻ്റെ 15% മകളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും മാസാവസാനം എത്ര സമ്പാദിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം മോഹൻ്റെ വരുമാനം നമുക്ക് 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം വരുമാനത്തിൽ നിന്ന് എത്ര ശതമാനമാണ്? 15% അധികം 28% അധികം 10%. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 47% എന്ന് കിട്ടും. അപ്പോൾ 47% നമ്മുടെ വരുമാനത്തിൻ്റെ ബാക്കി വരുന്നത്. അപ്പോൾ 47% എത്രയാണ്? 50,000. അപ്പോൾ എത്രയാണ് വരുന്നത്? 50,000 100 23,500 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 - 1/4 + 2.5 + 2 1/4. അപ്പം നമുക്ക് ആദ്യമേ ഈ ബോക്സിൽ ഉള്ളത് നോക്കാം. അപ്പോൾ 2ഉം 2ഉം ഈ 2ഉം ആദ്യം കൂട്ടാം. അപ്പോൾ എത്രയായി? 4. അപ്പോൾ 4ഉം പിന്നെ ഏതൊക്കെയുണ്ട്? ഈ കാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1/4 1/4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ആവും. അപ്പോൾ 4 2 + 2 4. പിന്നെന്താണ്? ഈ 1/4 1/4 കൂടെ ഹാഫായി. പിന്നെ ഇവിടെ ഒരു ഹാഫ് കിടപ്പുണ്ട്, അത് രണ്ടും കൂടെ ചേർത്ത് 1 ആവും. അപ്പോൾ 5 - 5 = 0. സമചതുരാകൃതിയായ ഒരു തുണി, നീളം 1 മീറ്റർ. ആ തുണിക്ക് 100 രൂപയാണ്. ആ തുണിയും പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതി ആയ പുതിയ തുണിയുടെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആദ്യമേ സമചതുരാകൃതിയായ തുണി കഷ്ണത്തിൻ്റെ നീളം 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 1 × 1 ആണ്. 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം 1 മീറ്റർ സ്ക്വയറിനാണ് എന്ത് 100 രൂപ വില വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്, പകുതി നീളവും വീതിയായെന്ന്. ഹാഫ് ആകുമ്പോൾ 1/2 × ഹാഫ് എത്രയാണ്? 1/4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ എത്ര? 4-1 മാറി. 4-1 മാറിയിട്ടുണ്ട്. അപ്പോൾ വിലയും 4-1 മാറും. 25 രൂപ. അടുത്തത് ഏത് 2 ചിഹ്നം മാറ്റിയാൽ ഈ ഇക്വേഷൻ ശരിയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടൊന്ന് സ്ഥാനം മാറ്റി നോക്കാം. മൈനസും ഡിവിഷനും. അപ്പോൾ 5 + 3 × 8 / 12 - 4. ഇപ്പോൾ എത്രയാണ് വരുന്നത്? 5 +
3 × 8 × 1/12 - 4. ഏഴ് - 4 = 3. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. രണ്ട് സംഖ്യകൾ ലസാഗു 60 ഉസാഗ 3 ഒരു സംഖ്യ 12 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്രയാണ്? 60 × 3/12 = 15. ഇനി √15² + 12² - 2 × 15 × 12 ഇതും ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ തന്നെയാണ്. ഏതാണ്? a - b (2) എന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. (15 - 12 × 15 - 12). അപ്പോൾ ഇതിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്താൽ 15 - 12 = 3 എന്ന് കിട്ടും ഉത്തരം. അടുത്തത്, ഒരു മിശ്രിതം 4 ഭാഗം വെള്ളം 5 ഭാഗം പാല്, വെള്ളത്തിൻ്റെ അളവ് 80 ml ആണെന്ന് തന്നിട്ടുണ്ട്. പാൽ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഭാഗം 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 ഭാഗം എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പോൾ 5 × 80 / 4 20 = 100 ml ആണ് ഉത്തരം. അടുത്തതായിട്ട് ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫയൽ =UROV. അപ്പോൾ സോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആൽഫാബറ്റ് ഒന്ന് എഴുതി നോക്കാം. EFGHIKLMNOPQRSTUPWXYZ. അപ്പോൾ എഫിന് നേരെ ഏതാണ് വന്നിരിക്കുന്നത്? യു. FUIRLOEV. അപ്പോൾ നമുക്കിപ്പം അതിൻ്റെ ഫോർമാറ്റ് പിടി കിട്ടി. എസിൻ്റെ അപ്പോൾ താഴെ വന്നേക്കുന്നത് എന്താണ്? എച്ച്. SH പിന്നെന്താണ്? OU അല്ല OL യു എന്താണ്? UFI. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ അജയൻ, അയാളുടെ ഭാര്യ, 4 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 പെൺകുട്ടികളും, ആകെ മൊത്തം എത്ര ആണുങ്ങൾ? ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യമേ അജയൻ എത്ര ആൺമക്കളാണ്? 4 ആൺമക്കൾ. 2 3 4. അപ്പോൾ 4 ആൺമക്കൾ വീതം അജയനുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും 3 വീതം ആൺകുട്ടികളെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 അപ്പോൾ ഇപ്പോൾ എത്രയായി മൊത്തം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ആൺകുട്ടികളുണ്ട് മൊത്തം. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിൽ റണ്ണ് 3.2, ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ എടുത്താൽ എതിർ ടീമിനെതിരെ 282 റൺസ് നേടാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം?
അപ്പോൾ നമുക്ക് റൺ റേറ്റ് തന്നിട്ടുണ്ട് 3.2 റൺ റേറ്റ് 10 ഓവർ. അപ്പോൾ എത്ര റൺസ് കിട്ടിയിട്ടുണ്ടായിരിക്കും? 3.2 × 10 32 റണ്ണുകളാണ് 10 ഓവറിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 282 റൺസ് നേടുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇനി എടുക്കണമെങ്കിൽ 282 മൈനസ് ഇപ്പോൾ എത്ര റണ്ണുണ്ട്? 32 റണ്ണുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പം നമുക്ക് എത്ര കിട്ടും? 250 റൺസിന് വേണം. അപ്പോൾ ഇനി 250 റൺസ് 40 ഓവറിൽ കിട്ടണം. അപ്പോൾ അപ്പോൾ റൺ റേറ്റ് നമുക്ക് 250 ഡിവൈഡഡ് ബൈ 40 വെച്ച് ചെയ്താൽ നമുക്കതിൻ്റെ റൺ റേറ്റ് കിട്ടും 6.25 എന്ന് കിട്ടും. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് 30 km/h സ്പീഡിലും തിരിച്ച് 120 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരവും സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഒരു സൈഡിലേക്ക് 30 km പോയിട്ടുണ്ട്, 30 km/h സ്പീഡിൽ പോയിട്ടുണ്ട്. തിരിച്ചെത്ര സ്പീഡിൽ വന്നു? 120 km/h. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡൊന്ന് നോക്കാം. 2ab/a+b 2 × 30 × 120/a+b 150. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു വശത്തേക്ക് സഞ്ചരിച്ച ദൂരം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് ഇവിടെ കിട്ടി. ആവറേജ് സ്പീഡ് ബൈ ടൈം ചെയ്താൽ സ്പീഡ് ബൈ ടൈം ചെയ്താൽ രണ്ട് സൈഡിലോട്ടും പോയ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ 2 × 30 × 120 150 5. ഇനി ഇതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് പകുതി ഡിസ്റ്റൻസ് കിട്ടും. 2 60 120. രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രം വേണമെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടിയെന്ന്. അപ്പം നമുക്ക് 114% എത്ര? 2850 രൂപ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാഭശതമാനം 8% മാത്രം വേണമെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണമെന്നാണ്. അപ്പം 8% ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 8% മാത്രം മതിയെങ്കിൽ അപ്പം 108% മതി. അതെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. 2850 × 108 / 114. ഇതിപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. തേട് ഒരു 2700. അപ്പോൾ നമുക്ക് നമ്മുടെ മാത്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.